ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗണേഷ് എഴുതിയിരിക്കുന്നൊരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് ഗണേഷ്, 28 വയസ്സുണ്ട്. 1.5 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. എൻ്റെ വൈഫിന് 25 വയസ്സ്. അവൾക്ക് വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴാണ് ജോലി കിട്ടിയത്. അതിനു മുമ്പേ അവൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ കുടുംബവും അവരുടെ കുടുംബവും തമ്മിൽ നല്ല ചേർച്ചയുണ്ട് എല്ലാം കൊണ്ടും. അങ്ങനെയാണ് വിവാഹം പെട്ടെന്ന് നടന്നത്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചേച്ചിയുണ്ട്. അവളെക്കാൾ 4-5 വയസ്സിന് മൂത്തതാണ്. എന്നേക്കാൾ ഒരു 1-2 വയസ്സിന് മൂത്താണ്. അവരുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണ്. അവർ തമിഴ്നാട്ടിലൊരിടത്ത് സെറ്റിൽഡാണ്. തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മലയാളിയാണ് അവളുടെ ഭർത്താവ്. എൻ്റെ അമ്മായിച്ചനും അമ്മായിമ്മയും തമ്മിൽ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ സുഹൃത്തുക്കളെ പോലെയാണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ തമ്മിൽ പ്രായവ്യത്യാസമുണ്ട്. അവർ തമ്മിൽ ബഹുമാനവും മറ്റ് അകൽച്ചകളുമൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയില്ല. ഞങ്ങളെക്കാൾ ഫ്രണ്ട്ഷിപ്പാണ് അമ്മായിപ്പനും അമ്മായിമ്മയും തമ്മിൽ. അവർ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവക്കാരാണ്. ഒന്നിച്ച് പണ്ട് കോളേജിലും പഠിച്ചതാണ്. നല്ല വിദ്യാഭ്യാസമുള്ളവരുമാണ്. ചെറുപ്പവുമാണ്. അമ്മായിമ്മ അതിസുന്ദരിയാണ്. അമ്മായിമ്മയുടെ സൗന്ദര്യം എല്ലാം കിട്ടിയിരിക്കുന്നത് ചേച്ചിക്കാണ്. എൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യമുണ്ടെങ്കിലും ചേച്ചിയുടെ അത്രയും സൗന്ദര്യമില്ല. പക്ഷേ ഞങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് ചേച്ചി വന്നിരുന്നില്ല. അവരും ഭർത്താവും ബിസിയായിട്ട് വേറെ ഏതൊരു രാജ്യത്തായിരുന്നു. ബിസിനസ്സിൻ്റെ കാര്യത്തിനോ മറ്റു പോയതാണ്. തിരിച്ചു വന്നപ്പോൾ എന്നെ വന്ന് കണ്ടിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വന്ന്. പിന്നെ കല്യാണത്തിന് അവരുടെ നിറഞ്ഞ സാന്നിധ്യമുണ്ടായിരുന്നു. അവരും തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ആ ചേച്ചിയുടെ സൗന്ദര്യത്തിന് പറ്റിയൊരു ഭർത്താവല്ല അതെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നിയിരുന്നു. അയാൾക്ക് ധാരാളം പണമുണ്ട്. പക്ഷേ അവർക്ക് പറ്റിയൊരു ജോഡിയല്ല. മറ്റാരോടും പറഞ്ഞില്ലെങ്കിലും ഞാൻ എൻ്റെ ഭാര്യയോട് വെച്ചിട്ടുണ്ട്, നിൻ്റെ ചേച്ചി ഇത്രയും സുന്ദരിയാണ്, പക്ഷേ ഭർത്താവ് എന്താ സുന്ദരനില്ലാത്തത്? അപ്പോൾ ഭാര്യ എന്നെ നുള്ളി, നിങ്ങളെന്തേ പറഞ്ഞത്? സൗന്ദര്യം പോകാൻ വരാം എന്ന് വെച്ചിട്ട് സ്നേഹമല്ലേ വലുത്? പുള്ളിക്കാരിക്ക് പണ്ടേ അദ്ദേഹത്തെ ഇഷ്ടമാണ്. അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. പിന്നെ ചേട്ടൻ നല്ല സ്നേഹമുള്ളവനാണ്. അതുമാത്രമല്ല നല്ല പണവും സഹായവും ഒക്കെ ചെയ്യുന്ന നല്ല മനസ്സുള്ള ആളാണ് എന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ ചൊറിയാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നേക്കാൾ കൂടുതൽ അവരുടെ ആ മരുമകനെ ഇഷ്ടമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിൽ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അവരുടെ ആദ്യ മരുമകനല്ലേ. അതുകൊണ്ട് അതിൽ കൂടുതൽ അങ്ങോട്ട് വിഷമിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്കും തോന്നിയില്ല. മാഡം, ഞങ്ങളെല്ലാവരും കൂടി പോകുമ്പോഴേക്കും ചേച്ചിയും ഭർത്താവും ഒക്കെ വരും. വൈകുന്നേരമാകുമ്പോഴേക്കും എല്ലാവരും കൂടി ചേർന്നിരുന്ന് ചെറിയൊരു മദ്യപാന സദസ്സൊക്കെ അവിടെയുണ്ട്. അതിൽ എൻ്റെ അമ്മായിമ്മയും കൂടും. അത്രയ്ക്കും അടുപ്പമാണ് ആ ഫാമിലി. ഏറ്റവും നല്ല മദ്യമൊക്കെയാണ് ചേട്ടൻ കൊണ്ടുവരുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ കഴിച്ച് പാട്ടൊക്കെ പാടി ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു 2 ആഴ്ചയിൽ കൂടുമ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഒരു സദസ്സൊക്കെ ഉണ്ടാകാറുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു മാഡം. അങ്ങനെ ഒരു സദസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. എൻ്റെ ജോലി സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു സുഹൃത്തെ വിളിച്ച് സംസാരിച്ചതാണ്. അത് പിന്നെ നീണ്ടു പോയി. എൻ്റെ ഭാര്യ ഉറങ്ങാൻ പോകുകയെന്ന് പറഞ്ഞു. അവൾ പോയി കിടന്നു. എല്ലാവരും അവരുടെ മുറിയിലേക്ക് പോയി. അത് കഴിഞ്ഞ ശേഷം ഫോൺ സംഭാഷണമൊക്കെ ഒന്ന് തീർത്ത ശേഷമാണ് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ മുകളിൽ നിന്ന് താഴേക്കിറങ്ങി വന്നു. താഴെയാണ് ഞങ്ങളുടെ മുറി. അവിടേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും അടുക്കള സൈഡിൽ ആരോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനാണെങ്കിൽ അടുക്കള സൈഡിലേക്ക് പോയി നോക്കി മാഡം. അപ്പോൾ അടുക്കളയുടെ അവിടെ ഞാൻ കണ്ട കാഴ്ച എനിക്കിവിടെ പച്ചയ്ക്ക് പറയാൻ പറ്റില്ല. കാര്യം അവിടെ ചാരി നിൽക്കുകയാണ് അവരുടെ മരുമകൻ. അയാൾക്ക് ആവശ്യത്തിൽ കൂടുതൽ നീളവും വണ്ണവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഇവർ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും മരുമകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മുട്ടുകുത്തി നിന്ന് അക്ഷീണം പാടുപെടുന്ന അമ്മായിമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായ ഷോക്കായി. അവരാണെങ്കിൽ മദ്യലഹരിയിലാണ്. അയാളും മദ്യലഹരിയിലാണ്. തലയിൽ പിടിച്ച് അയാൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അവർക്കാണെങ്കിൽ യാതൊരു ക്ഷീണവുമില്ല. യന്ത്രത്തെ പോലെ തന്നെയാണ് അവരും പെരുമാറുന്നത്. ഞാനിത് കണ്ട് ശരിക്കും അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നോർത്ത് വല്ലാതെ പേടിച്ച് നിന്നുപോയി. എനിക്ക് പേടിയാണ് തോന്നിയത്. കാര്യം അവിടെ നല്ല വെട്ട അവരിട്ടിട്ടുണ്ട്. ഇത്തിരി ഇട്ടത്ത് മാറി നിൽക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ആരെങ്കിലും കടന്നു വന്നാലെന്നുള്ള ചിന്ത പോലും അവർക്കില്ല. അപ്പോൾ മദ്യലഹരി അവരെ ബാധിച്ചിരിക്കുന്നു. ആ വീട്ടിൽ 2 പെൺമക്കളുണ്ട്, ഭർത്താവുണ്ട്. എന്നിട്ടും അവർ അടുക്കള വശത്ത് വന്ന് നിന്ന് ഇങ്ങനെ ഒന്ന് കാട്ടിക്കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തായിരിക്കും എന്ന് ഞാനോർത്ത് ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ മദ്യത്തിൻ്റെ ലഹരി അതോടുകൂടി ഇറങ്ങിപ്പോയി. പക്ഷേ എനിക്ക് കുറേ നേരം അവിടെ നിന്ന് നിരീക്ഷിച്ചിട്ടും ഈ
ഒരു കർമ്മമല്ലാതെ വേറൊരു കാര്യത്തിലേക്കും അവർ കടക്കുന്നത് കാണുന്നില്ല. അമ്മായിമ്മയ്ക്ക് വളരെയധികം ഇഷ്ടമായ ഒരു പ്രവൃത്തിയാണതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അയാൾ നല്ല വണ്ണമുള്ളത് കൊണ്ട് സാധാരണ വണ്ണമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെന്നാണല്ലോ നമ്മൾ വിചാരിക്കുക. പക്ഷേ അങ്ങേർക്ക് നല്ല ഗുണങ്ങൾ കൂടുതലുണ്ടെന്നും ആ നല്ല ഗുണത്തെയാണ് അമ്മായിമ്മ ഇഷ്ടപ്പെടുന്നതെന്നും എനിക്ക് മനസ്സിലായി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് ഞാൻ ഒരു 10 മിനിറ്റോളം ഈ പ്രവൃത്തികളൊക്കെ കണ്ട ശേഷം അവരെ ശല്യം ചെയ്യേണ്ട, അവരുടെ രഹസ്യം അവിടെ നടന്നോട്ടെ എന്ന് വിചാരിച്ച് ഷോക്കിൽ ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. പക്ഷേ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല മാഡം. ഞാൻ എഴുന്നേറ്റിരുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ വൈഫ് ഉണർന്നു. അവളാണെങ്കിൽ എന്നോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ, നിങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങുന്നതാണല്ലോ എന്ന്. എൻ്റെ വൈഫ് മാത്രം മദ്യപിക്കില്ല, ബാക്കി ചേച്ചി ഉൾപ്പെടെ എല്ലാവരും മദ്യപിക്കും. ഞാനിപ്പോൾ ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഇരിപ്പ് കണ്ട് ഭാര്യ എഴുന്നേറ്റ് എൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ചേട്ടാ എന്ത് പറ്റി? അവളോട് എനിക്കത് ആദ്യ സമയത്ത് പറയാൻ കഴിഞ്ഞില്ല. എൻ്റെ വെപ്രാളം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എന്നോട് ചോദിച്ചു, എന്താ പ്രശ്നമെന്ന്. ആ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു, നീ ആരോടത് പറയരുത്, നമുക്ക് ഇതാരോടും പറയാനും പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കണ്ട കാഴ്ച വിവരിച്ചു. ആ സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഞെട്ടലോ അത്ഭുതമോ ഒന്നും ഉണ്ടായില്ല. അവൾ ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ അവിടെ ഇരിക്കുകയാണ്. അവളും ഉരുകി ഉറഞ്ഞതുപോലെയായി. ഞാനത് കണ്ടുപിടിച്ചു എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. അപ്പോൾ അവൾക്കിത് നേരത്തെ അറിയാം. നിനക്കിതറിയില്ലേന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. അവളെ പിടിച്ചു കുലുക്കിയിട്ട് ഞാൻ ഗൗരവത്തോടുകൂടി ചോദിച്ചു, എടി നിനക്കിതറിയില്ലേ, സത്യം പറയാൻ പറഞ്ഞു. ഇത്തിരി ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു. ചേട്ടനും ഇതാരോടും പറയരുത്, എനിക്കിതറിയാം, ഇത് വർഷങ്ങളായി നടക്കുന്നതാണ്. വർഷങ്ങളായി നടക്കുന്നതോ? യഥാർത്ഥത്തിൽ എൻ്റെ ചേച്ചി അയാളെ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ല. പിന്നെ നീ എന്തായി പറഞ്ഞത്? ശരിക്കും എൻ്റെ അമ്മയ്ക്കായിരുന്നു അയാളുമായിട്ട് ബന്ധം. ഒരു കല്യാണ സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ അമ്മ അയാളെ കണ്ടെത്തിയതാണ്. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇത്രയും പ്രായമുള്ള നിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു ചെറുപ്പക്കാരനുമായി കല്യാണത്തിന് പോയി കഴിഞ്ഞപ്പോൾ ബന്ധമോ? അതെ, ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണമായിരുന്നു. അവിടെ വെച്ച് യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ പരിചയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് ഇത്തിരി പ്രായം കൂടി പെണ്ണുങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് താല്പര്യം. സുന്ദരിയായ ഒരു ആൻറ്റി എന്നുള്ള നിലയിലായിരിക്കും അയാൾ സംസാരിച്ചത്. അമ്മയ്ക്ക് അങ്ങേരുടെ ചുറ്റുപാടുകളെല്ലാം മനസ്സിലായി. ബിസിനസ്, വലിയ ഫാമിലി, ഇവിടെ പണമുണ്ടെങ്കിലും പരിമിതമായ പണമേ ഉള്ളൂ. ഇടത്തരക്കാരാണ്. അയാൾ അങ്ങനെയല്ല, കോടീശ്വരനാണ്. അതുമാത്രമല്ല തമിഴ്നാട്ടിൽ സെറ്റിൽഡാണ്. പിന്നെ എന്ത് വേണം? അങ്ങനെ അമ്മ അയാളുമായി ഫോൺ സംഭാഷണങ്ങൾ തുടങ്ങി. അമ്മ കൊഞ്ചുകയും കുഴയൊക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ ഈ വീട്ടിൽ ഒരു വഴക്കുണ്ടായി. പക്ഷേ അമ്മ എൻ്റെ അച്ഛനെ സമാധാനിപ്പിച്ചെടുത്തു. കാര്യം പണം വരുന്ന വഴിയല്ലേ. അന്ന് അച്ഛന് ചെറിയ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇയാളെ സ്വന്തമാക്കി. അച്ഛൻ്റെ അറിവോടുകൂടി അന്ന് ഞാനും ചേച്ചിയും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തെല്ലാം ഞങ്ങൾ ഹോസ്റ്റലാണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ ചില ദിവസങ്ങളിൽ മാത്രമേ ഇവർ ഞങ്ങളെ ക്ഷണിക്കുകയുള്ളൂ. ബാക്കിയുള്ള സമയത്ത് പറയും അവിടെ നിന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു. അപ്രതീക്ഷിതമായി ഒരു ദിവസം ഞാൻ വന്നു കയറിയ ദിവസത്തിലാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ നടക്കുന്നത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടുള്ള തരികടയാണെന്ന്. ഞാനാണ് ചേച്ചിയോട് പറഞ്ഞത്. അന്ന് ഇവിടെ ഇതേ ചൊല്ലി ബഹളമുണ്ടായതാണ്. ആദ്യ ദിവസങ്ങളിൽ ചേച്ചി എൻ്റെ കൂടെ നിന്നു. പിന്നീട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇഷ്ടം പോലെ പണം കിട്ടുന്നുണ്ട്. ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പോൾ അടിച്ചു പൊളിക്കാൻ ഇഷ്ടം പോലെ പണം അച്ഛനും അമ്മയും തരുന്ന സോഴ്സ് ഇയാളാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ബഹളമൊന്നും ഉണ്ടാക്കരുത്. നമ്മൾ അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ 100 പ്രയോജനമെന്ന് അമ്മ പറഞ്ഞെന്ന്. ആ സമയത്ത് ഞാൻ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അമ്മയും അച്ഛനും ചേച്ചിയും കൂടെ എനിക്കെതിരെ നിന്നു. കാര്യം കുടുംബത്തിന് നല്ലത് വരുമ്പോൾ അതിനെതിരെ പറയുന്ന ഒരേ ഒരാൾ ഞാനാണ്. ഞാൻ അത്ര സത്യഭാമ ചമേണ്ട കാര്യമില്ല. നീ അത്രയ്ക്ക് സത്യസന്ധയാണെങ്കിൽ കല്യാണം കഴിച്ച് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ സത്യസന്ധത ചമഞ്ഞോളൂ, ഇങ്ങോട്ടെടുക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞു എന്നെ ഒറ്റപ്പെടുത്തി ചേട്ടാ. അപ്പോൾ അവരുടെ ബന്ധം എനിക്ക് സമ്മതിക്കാതെ തരമില്ല. അത് ഞാൻ മറച്ചു, അല്ലെങ്കിൽ മറന്നു എന്ന് പറയാം. പക്ഷേ എൻ്റെ ചേച്ചിയെ എന്തൊക്കെയോ പറഞ്ഞ് അമ്മ മയക്കിയെടുത്തു. അയാളെ
കൂടെ നിർത്താൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും അയാളും തമ്മിൽ വിവാഹമാണെന്ന് അമ്മ പ്രഖ്യാപിച്ചു. എൻ്റെ ചേച്ചി അമ്മയുടെ കയ്യിലൊരു കളിപ്പാവയാണ്. ചേച്ചിക്ക് എല്ലാം അറിയാം. കുടുംബത്തിൽ പണം വരും, നിനക്കിഷ്ടം പോലെ പണം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചേച്ചിക്ക് അയാളെ ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പം ചേട്ടൻ ചോദിച്ചില്ലേ, കാഴ്ചയിൽ ഒരു പൊരുത്തവുമില്ലാത്ത സുന്ദരിയായ ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ കല്യാണം കഴിച്ചതെന്ന്? അതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ എൻ്റെ അമ്മയാണ്. അമ്മയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് അയാൾ വന്നു. പിന്നെ മകളെ കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് സന്തോഷമായി. പക്ഷേ അതിൻ്റെ പേരിൽ അച്ഛനും അമ്മയും കൂടെ ചില്ലറ പണമല്ല അയാളുടെ കയ്യിൽ നിസ്കിയിട്ടുള്ളത്, കോടിക്കണക്കിന് സ്വത്ത് ഇപ്പോൾ അച്ഛനും അമ്മയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടൗണിൽ കുറേ സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം ഇയാളുടെ പൈസയിൽ വാങ്ങിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ സമ്പന്നരായി കഴിയുന്നതിൻ്റെ പ്രധാന കാരണം ചേട്ടനാണ്. ഞാൻ ചോദിച്ചു, നിൻ്റെ അമ്മയ്ക്ക് നിൻ്റെ അച്ഛനും ഉളുപ്പില്ല, പക്ഷേ നിൻ്റെ ചേച്ചി എന്താ പൊട്ടിയാണോ? ഇങ്ങനൊരു ബന്ധം കണ്ടിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാണ് അവർ സന്തോഷത്തോടു കൂടി അയാളുടെ കൂടെ ജീവിക്കുന്നത്? ഇതുവരെ അവർക്ക് കുട്ടികളൊന്നും ആയിട്ടില്ലല്ലോ. അത് അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം? അല്ല, അങ്ങേർക്ക് വണ്ണമൊക്കെ ഉള്ളത് കൊണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് കുട്ടികളുണ്ടാകാത്തത്. ബാക്കി വേറെ പ്രശ്നങ്ങളുമില്ല. പുള്ളി വലിയ താല്പര്യമുള്ള ആളാണെന്നാണ് അമ്മയും ചേച്ചിയും പറഞ്ഞത്. നിനക്ക് നാണമില്ലടി ഇങ്ങനെ പറയാൻ? അപ്പോൾ അവൾ പറഞ്ഞു, ഇനിയിപ്പം നാണിച്ചിട്ട് എന്ത് കാര്യമാണ്? വർഷങ്ങളായി ഇവിടെ നടക്കുന്ന കാര്യമല്ലേ. പിന്നെ നിങ്ങളിത് കണ്ട് എന്നോട് ദേഷ്യപ്പെടുകയോ എന്നെ സംശയിക്കുകയോ വേണ്ട. അവരുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ചേർന്നിട്ടില്ല. എനിക്ക് സാമ്പത്തികമായി അങ്ങനെ മെച്ചമൊന്നും വേണ്ട. സമാധാനപരമായി എൻ്റെ ഭർത്താവിനോടുള്ള ജീവിതമാണ് ലക്ഷ്യം. അവരാണെങ്കിൽ എന്നെ നിർബന്ധിക്കാനും വന്നിട്ടില്ല. പക്ഷേ ചേച്ചിയും അമ്മയും അച്ഛനും ഒരേ സ്വഭാവക്കാരാണ്. നിങ്ങളിത് കണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് കണ്ടില്ല എന്നടിക്കുക. പക്ഷേ അച്ഛനോടും അമ്മയോടും ചേട്ടനോടും ഒക്കെ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ വെച്ച് കള്ളുകൂടി വേണ്ട. ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അത് ശീലമാക്കരുത്. അവസാനം അവർ പോയി എവിടെയെങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ ദിവസവും സ്വാതന്ത്ര്യത്തോടു കൂടി പലതും കാണിക്കും. അത് ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്കതിൽ പ്രശ്നമില്ല, കണ്ടു തഴപ്പിച്ചു. ചേച്ചിക്കതിൽ പ്രശ്നമില്ല, അച്ഛനും പ്രശ്നമില്ല. അപ്പോൾ പിന്നെ അമ്മയും മരുമകനും തമ്മിലുള്ള പല കാര്യങ്ങളും കണ്ടാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിലും ചേട്ടൻ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് ഞാൻ അമ്മയോടൊക്കെ വാൺ ചെയ്തതാണ്. പക്ഷേ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റൂളൊന്നുമില്ല. നിങ്ങൾ എന്തിനാണ് അടുക്കളയിലേക്ക് പോയത്? നിങ്ങൾക്കതിൻ്റെ കാര്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ശബ്ദം കിട്ടപ്പോൾ പോയി നോക്കി. അപ്പോൾ ഉണ്ട് അവിടെ നല്ല പട്ടാപ്പകൽ പോലെ വെളിച്ചം, എല്ലാ ലൈറ്റും ഇട്ടിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ ഈ കണ്ട കാര്യം. അതൊക്കെ എങ്ങനെയാണ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറൊരു ഇഷ്ടങ്ങളൊക്കെയാണെന്ന്. ഞാൻ ചോദിച്ചു, ശരിക്കും അയാളെ എന്തിനാണ് നിൻ്റെ അമ്മ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ ഒന്നും പറഞ്ഞില്ല. നീ ഇനി ഇത്രയും പറഞ്ഞല്ലോ, അപ്പോൾ സത്യം അങ്ങ് പറയാൻ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. അച്ഛനും അമ്മയും തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷേ എന്നാലും ഞങ്ങൾ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് കഴിവില്ലെന്നോ ശുഷ്കമാണെന്നൊക്കെ പറഞ്ഞ് അമ്മ തെറി വിളിക്കുന്നത് പലവട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛന് ഇല്ലാത്തത് മരുമകനുണ്ട്. അപ്പോൾ നിൻ്റെ അമ്മ ഇഷ്ടപ്പെട്ടു. കാര്യം നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം വിശാലവും വളരെ വലുതുമായ ചില ഗുണങ്ങളാണ് അല്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഭാര്യ വല്ലാത്ത രീതിയിൽ മുഖം കുനിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ എന്നോട് കൂടുതൽ ചോദിക്കരുത്. ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കുകയും ചെയ്യരുത്. നമുക്ക് നമ്മുടെ ജീവിതം. ഞാൻ എന്തായാലും തെറ്റ് ചെയ്യില്ല. എനിക്ക് അയാളെ ഇഷ്ടവുമല്ല. അയാളുടെ രൂപത്തോടോ അയാളുടെ സമ്പത്തിനോടോ ഒന്നും എനിക്ക് താല്പര്യമില്ല. എങ്കിൽ പിന്നെ ഇവിടുള്ള മദ്യപാന സദസ്സിൽ കൂടരുതെന്ന് നിനക്ക് പറയാൻ പാടില്ലേ? ചേട്ടാ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ചോദിക്കും എന്താ അതിൻ്റെ കാരണമെന്ന്. കാര്യം എല്ലാവരും വലിയ സ്നേഹമാണ്, നല്ല സാന്ദ്രമാണ്. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന് സംശയം തോന്നും. ആ സംശയം ഇതൊക്കെ ചേട്ടൻ കണ്ടുപിടിക്കാൻ കാരണമാകും. എല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചത്. ചേട്ടനും അവരും കൂടെ അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി ഇരുന്നു ഭക്ഷണം കഴിക്കുന്നു, പാട്ട് പാടുന്നു, മദ്യപിക്കുന്നു, രസിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മുറിയിലേക്ക് പോരുമല്ലോ. അത് കഴിഞ്ഞ് ഈ വീട്ടിൽ എന്തെങ്കിലും നടക്കട്ടെ. പലപ്പോഴും അല്ലേ ഉള്ളൂ ചേട്ടനത് ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് ഞാൻ കരുതിയില്ല. കുറേ വർഷങ്ങളായി കഴിഞ്ഞ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാലും പ്രശ്നമില്ലല്ലോ. ചേട്ടന് എന്നോട് ദേഷ്യമാണെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഭാര്യയോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഭാര്യയുടെ അമ്മയും ചേട്ടത്തിയും അവരെല്ലാം കൂടി ചേർന്നുള്ള ഒരു ഒത്തുകളിയാണ്. അവർ പണത്തിന് വേണ്ടി കാണിക്കുന്നതാണെങ്കിൽ കാണിച്ചോട്ടെ എന്ന് പറഞ്ഞ്
ഞങ്ങൾ രണ്ടുപേരും കൂടി അത് രഹസ്യമാക്കാൻ തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ പലപ്പോഴും വരും, പെട്ടെന്ന് പോവുകയും ചെയ്യും. അവിടെ എൻ്റെ അമ്മ കാത്തിരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ മദ്യപാന സദസ്സിലേക്ക് ഞങ്ങൾ ചേരാതായി. അങ്ങനെ കുറവട്ടമായപ്പോഴേക്കും എൻ്റെ ഭാര്യയുടെ ചേച്ചി എന്നെ വിളിച്ചിട്ട്, എന്താ വരാത്തത്, ഇനി അടുത്ത ആഴ്ച വന്നിരിക്കണം, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും. ഞാൻ പറഞ്ഞു, ചേച്ചി ഇവിടെ ചില കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതാണെന്ന്. എന്ത് കഷ്ടപ്പാടാണെങ്കിലും ഒരു പ്രശ്നവുമില്ല, അവിടെ അമ്മയെ നോക്കാൻ ആരുമില്ലെങ്കിൽ ഒരു ജോലിക്കാരെ വെക്കാം, അതിനുള്ള പണം ഞാൻ തരാം. ഞാൻ പറഞ്ഞു, ചേച്ചി അതൊന്നുമല്ല, നീ ഞാൻ പറയണ്ട, അടുത്ത തവണ വരണമെന്ന് പറഞ്ഞു. അന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലൊരു മദ്യപാന സദസ്സുണ്ടായിരുന്നു. ഭാര്യ എന്നെ നിയന്ത്രിച്ചു, കണ്ണ് കാണിച്ചു. ഞാനും ജാഗരൂകനായിട്ടാണ് ഇരുന്നത്. ഇതിനിടയ്ക്ക് ചേച്ചിനോട് പറഞ്ഞു, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. എൻ്റെ ഭാര്യ ചോദിച്ചു, എന്താ ചേച്ചിന്ന്? അത് ഞാനും എൻ്റെ അനിയനുകളുള്ള കാര്യമാണ്, നീ നിൻ്റെ പാട് നോക്ക് എന്ന് പറഞ്ഞിട്ട് ബാൽക്കണി സൈഡിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഇരിപ്പിടത്തിരുന്ന ശേഷം എന്നോട് ചേർന്നിരുന്നു കൊണ്ട് ചേച്ചിനോട് ചോദിച്ചു, സത്യം പറ, നീ എന്തോ കണ്ടില്ലേന്ന്. ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ പറഞ്ഞത്? ഞാനൊന്നും കണ്ടിട്ടില്ല, എന്ത് കണ്ടെന്നാ ചേച്ചി പറഞ്ഞത്? അല്ല, നീ എന്തോ പറഞ്ഞു, സത്യം പറ. നീ ഏതോ രാത്രിയിൽ എൻ്റെ അമ്മയും എൻ്റെ ഭർത്താവും തമ്മിലുള്ള സംസർഗം കണ്ടിട്ടില്ലെന്ന് ചോദിച്ചു. ഞാനത് കേട്ട് ഞെട്ടി. ഞാനൊന്നും മിണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എൻ്റെ ചുമലിൽ പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, എനിക്കുറപ്പാണ് നീ കണ്ടെന്ന്. കാര്യം അവർ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെളിവുമില്ല. അവർക്ക് ചിലപ്പോൾ സ്വീകരണമുറിയിലായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ അടുക്കളയിലായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ബാൽക്കണിയിലായിരിക്കാം. നാട്ടുകാർ കണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു മാനക്കേടുമില്ല. രണ്ടുപേരും പണ്ടേ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് ഇത് പറയാൻ നാണമില്ലേ? ഇതാണോ ഒരു കുടുംബമെന്ന്? കുടുംബം ഇങ്ങനൊന്നുമല്ല, പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ഞാൻ ജീവിച്ചത്. നിൻ്റെ ഭാര്യയാണ് പിന്നെ റിബലായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞത്. അവൾ വേറൊരു ടൈപ്പാണ്. എന്നാലും ചേച്ചി, അമ്മയുടെ കാമുകനെ ചേച്ചി എന്തിനാണ് കല്യാണം കഴിച്ചത്? അത് പിന്നെ പണം, മറ്റു കാര്യങ്ങൾ അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നി. പിന്നെ പുള്ളി നല്ല സ്നേഹമുള്ളവനാണ്, എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട്. പണമുണ്ടായാൽ എല്ലാം ആവുമോ ചേച്ചി? എല്ലാം ആകില്ലായിരിക്കും. എന്തായാലും അതൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറല്ലേ. എന്തായാലും നീ അത് കണ്ട് ഞെട്ടേണ്ട കാര്യമില്ല. അറിഞ്ഞത് രഹസ്യമായി സൂക്ഷിച്ചല്ലോ, അങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് വെച്ചിട്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നതിൽ നീ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അത് വേറൊരു മറുബന്ധമാണ്, അത് നിങ്ങളെ രണ്ടുപേരെയും ബാധിക്കില്ല. അതുകൊണ്ട് വരാതിരിക്കരുത്. അത് ഒരു രഹസ്യമായി കണ്ട് അങ്ങ് മറക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി ശരി, ഓക്കെ, ഇതാണ് ചേച്ചി പറയാൻ വിളിച്ചത്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, അത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് എനിക്കെല്ലാം തരുന്നുണ്ട്, എങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അതെന്താ ചേച്ചി? എനിക്ക് നിന്നെപ്പോലൊരുത്തനെയായിരുന്നു ഇഷ്ടം. നിന്നെപ്പോലൊരു ഭർത്താവ് വരണം, അയാളുടെ കൂടെ ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ പിന്നെ ചേച്ചി എന്തിനാണ് അമ്മയുടെ കാമുകനെ കല്യാണം കഴിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, അതിന് പലവിധ റീസൺസുമുണ്ട്. എങ്കിലും നീ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ഓർക്കുന്നത്, എന്തായാലും എൻ്റെ ഭർത്താവിന് മികച്ച ഗുണങ്ങളുണ്ട്. നീ എന്തായാലും അത്രയും വരില്ലെന്ന് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേ അളന്ന് ഞാൻ മനസ്സിലാക്കി. എങ്കിലും നീ മികച്ച ഗുണമുള്ളവനാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ അനിയത്തി നിന്നെ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചിട്ട് പുറകെ നടക്കുന്നുണ്ടല്ലോ. അവളും ഞങ്ങളുടെ ജനസ് തന്നെയല്ലേ. അവളും അങ്ങനെ അടങ്ങി നിൽക്കുന്ന ടൈപ്പല്ല. എന്തെങ്കിലും ഗുണഗണങ്ങളുണ്ടെങ്കിലേ അടങ്ങി നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്കും ചില ആഗ്രഹങ്ങളുണ്ട്. എന്താ ചേച്ചി എന്ന് ചോദിച്ചപ്പോഴേക്കും, ആഗ്രഹം നിൻ്റെ മേൽ തന്നെയാണ് എന്ന് പറഞ്ഞ് ചേച്ചി പെട്ടെന്ന് കൈവയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് ശരിയല്ല. ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവുണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് തന്ന സ്വാതന്ത്ര്യമുണ്ട്. ചേച്ചി അത് പോയി നോക്കാൻ. ഇല്ല, എനിക്ക് തിരയേണ്ടത് ഞാൻ തിരഞ്ഞു കണ്ടുപിടിക്കും. എനിക്കിഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഞാനത് വിടില്ലെന്ന് പറഞ്ഞ് ചേച്ചി അവിടെ ഒരു പിടിവിളി തന്നെ തുടങ്ങി. ഇത്രയും നേരമായിട്ട് സംസാരം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ വന്നു. പക്ഷേ എൻ്റെ ഭാര്യ കണ്ടു. സത്യം പറഞ്ഞാൽ അവളുടെ കണ്ണിൽ ഞാൻ സഹകരിക്കുകയാണെന്നോ മറ്റോ തോന്നിക്കാണുമായിരിക്കും. അവൾ പക്ഷേ എന്നോടൊന്നും പറഞ്ഞില്ല. ചേച്ചിക്ക് എന്തിനു കേടാണ് ഇപ്പം പറന്ന് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തായോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചേച്ചി പറയുകയാണ്, എടി, നിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേഞ്ഞു പോകുമൊന്നുമില്ലല്ലോ, ആണ് തന്നെയല്ലേ. നീ ആണുങ്ങളെ വേറെ കണ്ടിട്ടില്ലായിരിക്കും, ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഭർത്താവിനെ മാത്രമല്ല പലരെ എനിക്കറിയാം. വാഗ്വാദങ്ങൾക്ക് നടുവിൽ ഞാൻ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ റൂമിലേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എന്നോട് എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വാതിൽ മുട്ട് കേട്ടു. നോക്കിക്കഴിഞ്ഞപ്പോൾ ചേച്ചി നാഗവല്ലിയെ പോലെ അവിടെ നിൽക്കുന്നു. എന്നിട്ട് കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും വന്ന് ഞങ്ങളുടെ നടുക്കിരുന്നു. എനിക്ക് ചിലത് പറയാനുണ്ടെന്ന്. പിന്നെ പോയി കഥകിന് കുറ്റിയിട്ട് വന്നിട്ട് ഞങ്ങളടുത്തിരുന്നിട്ട് എന്നോട് പറയുകയാണ്, എടാ, നീ ഇവൾ അഭിനയിക്കുന്ന കേട്ടിട്ട് ഭയങ്കര പതിവ്രതയാണ് ഇവളെന്ന്.
ഒട്ടും വിചാരിക്കേണ്ട കാര്യമില്ല. ഇവൾക്ക് 2 കാമുകന്മാർ ഉണ്ടായിരുന്നു. അവന്മാർക്ക് പക്ഷേ ഇവളെ കെട്ടാൻ ഉദ്ദേശമില്ലായിരുന്നു. 2 പേരും ഇവിടെ വന്നിട്ടുമുണ്ട്. 2 പേരെയും ഇവളുടെ മുറിയിലേക്ക് കയറ്റി വിട്ടത് ഞാനാണ്. അവരെ ഒരു വട്ടം കാർ ഓടിച്ച് കൊണ്ടുവിട്ടതും ഞാനാണ്. കാര്യം ഇവൾക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചേച്ചി ഇല്ലാത്ത കാര്യം പറയാതെ, ഇല്ലാത്ത കാര്യമാണോട് ഞാൻ പറഞ്ഞത്? ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്? നിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് ഭർത്താവിനോട് പറയണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പതിർന്ന് ചമഞ്ഞ എൻ്റെ ഭാര്യ അങ്ങ് ഡൗൺ ആയി. അപ്പോഴേക്കും ചേച്ചി പറയുകയാണ്, മോനെ, ഇവിടെ ആർക്കും ഈ പറഞ്ഞ ഒന്നുമില്ല. ഇഷ്ടമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. ഇവിടെ യാതൊരു വിലക്കുമില്ലാത്ത ഒരു ലോകമാണ്. അച്ഛനും അമ്മയും ഞങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇവൾക്ക് പക്ഷേ കാണാൻ കൊള്ളാവുന്ന ഒരുത്തിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം. കാര്യം ഇവളുടെ ആദ്യത്തെ 2 കാമുകന്മാരും നല്ല സുന്ദരന്മാരായിരുന്നു. അവരോട് കിടപിടിക്കുന്ന ഒരാളെ കിട്ടണ്ടേ, അതുകൊണ്ടാണ് നിനക്ക് നാർക്ക് വീണത്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ ഭാര്യ കള്ളക്കരച്ചിൽ തുടങ്ങി. ഞാൻ ഇതൊക്കെ ഉള്ളതാണെന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ ഒന്നും മിണ്ടിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെയാണ്. ഇവൾക്ക് ഇതിലൊരു വിഷമവുമില്ല. എടാ, എനിക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്മാറില്ലെന്ന് പറഞ്ഞ് ഒരു പിടിവലി തന്നെ. ആ സമയത്ത് ഭാര്യ പറയുകയാണ്, ചേട്ടാ സാരമില്ല, ചേച്ചിയല്ലേ, അങ്ങ് സമ്മതിക്ക്, എനിക്കിപ്പോൾ സമ്മതമാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്. പക്ഷേ എൻ്റെ ഭാര്യയും ചേച്ചിയും അക്ഷരാർത്ഥത്തിൽ എന്നെ 2 സൈഡിൽ നിന്നും പരിപോഷിപ്പിക്കുകയായിരുന്നു. ആ 2 പെണ്ണുങ്ങളും അന്ന് വ്യത്യസ്ത രൂപമുള്ള 2 വ്യക്തികളായി മാറുകയായിരുന്നു. തുടക്കത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് 2 പേർക്കും ഒരു പ്രശ്നമില്ലെന്ന് തോന്നുന്നു. 2 പേരും ഒത്തുചേർന്നാണ് കുമ്മിയടി പെണ്ണെ കുമ്മിയടി എന്നുള്ള പാട്ടിനെ അനുസ്മരിക്കും വിധം അവിടെ പ്രകടനങ്ങൾ നടത്തിയത്. അതിൽ ഒരാണിന് പിന്നെ എന്ത് ചെയ്യാനാകും? പക്ഷേ ഇതിനിടയ്ക്ക് ചേച്ചി പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നിനക്കൊരു കുട്ടി ഉണ്ടാകുമെന്ന് തോന്നുന്നു. എനിക്കിതുവരെ കുട്ടികളായിട്ടില്ല. എൻ്റെ ഭർത്താവിൽ നിന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഭർത്താവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവർ എനിക്കത്ര നല്ലവന്മാരായിട്ട് തോന്നില്ല. എല്ലാവരും എൻജോയ്മെൻറ്റിന് പറ്റും. അപ്പോൾ എനിക്കെന്തായാലും എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിൽ നിന്ന് തന്നെ ഒരു കുട്ടി ഉണ്ടായാൽ അതും കൊള്ളാം. അതിനുവേണ്ടി അധ്വാനിക്കാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പറയുകയാണ്, ഇത്രയൊക്കെയല്ലേ, ഇനി എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകട്ടെ എന്ന്. പക്ഷേ ഈ ബന്ധത്തിലൊന്നും ഇടപെടാൻ ഇവിടെ ഞങ്ങളുടെ ചേട്ടനോ അല്ലെങ്കിൽ അമ്മായിച്ചനോ അമ്മായിമ്മയോ ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോകം, അവർക്ക് അവരുടെ കാര്യങ്ങൾ. ഇതിൽ അമ്മായിച്ചൻ്റെ റോള് പണം ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു മാഡം. വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നറിയില്ല. ഇവരൊന്നും പറയുന്നുമില്ല. ഇപ്പോഴത്തെ വിചിത്രമായ കാര്യം, എൻ്റെ ഭാര്യ ആദ്യം ഗർഭിണിയായി, പിന്നീട് ചേച്ചിയും ഗർഭിണിയായി. ഇങ്ങനൊരവസ്ഥയിലാണ് ഞാൻ. 2 പേരും എന്നെ അമിതമായി സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും ഇതിൽ എന്തെങ്കിലും ഇനിയും കുഴപ്പങ്ങളുണ്ടോയെന്ന് പല കഥകളും മാഡം വായിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ആ ഒരു സംശയം കൊണ്ടാണ് ഞാൻ മെയിൽ അയക്കുന്നത്. സംശയിക്കാവുന്ന സിറ്റുവേഷൻസ് ഇനിയും ഈ വീട്ടിലുണ്ടാകുമോ മാഡം? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന്. അപ്പോൾ എന്തായാലും പ്രശ്നങ്ങളില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലോ. ഇത്രയും വിചിത്രമായി പെരുമാറുന്ന ആളുകളെല്ലാം കൂടി ഒത്തുചേർന്ന് കുമ്മിയടിക്കുന്ന ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകില്ലെന്ന് ആര് പറഞ്ഞു? പ്രശ്നങ്ങൾ കാണും. ഇനിയും കുഴിച്ചു മൂടപ്പെട്ട പല രഹസ്യങ്ങളും കാണും. മോനെ ചക്കരെ എത്ര രസമാണെന്ന് പറഞ്ഞാലും ഇവരാരാണ്? ഇവർക്ക് എന്തെല്ലാം ബന്ധങ്ങളുണ്ട്? അസുഖങ്ങൾ മുതൽ മറ്റ് പ്രശ്നങ്ങൾ എന്തെല്ലാം വരാം. ഇതിപ്പോൾ എന്താണെന്ന് പോലും നിനക്ക് അറിയുകയില്ല. ഇതിൻ്റെ ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം വരെ നീ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് പ്രശ്നങ്ങൾ പ്രതീക്ഷിച്ച് ആഗ്രഹനായിട്ടിരിക്കുക. അതുമാത്രമല്ല, നിലാവുണ്ടെന്ന് കരുതി വിളിക്കുവോളം മോഷ്ടിക്കരുത് എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചു പോവുക. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് മാത്രം ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അക്കടി പറ്റുമെന്ന് അറിയില്ല. ശ്രദ്ധയാണ് വേണ്ടത്. ഇപ്പം എന്താണ് അവിടുത്തെ ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നമൊന്നും നമുക്കും അറിയാത്തത് കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നിരീക്ഷിച്ച് ആവശ്യമില്ലാത്ത ആപത്തിൽ ചാടാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ.